ഇതിനകത്ത് ഏറ്റവും വലിയ തമാശയായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സംരംഭകൻ IT സംരംഭകൻ ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്പർ ഉണ്ടാക്കുന്ന താരതമ്യേന മീഡിയം ലെവലിലുള്ളൊരു സോഫ്റ്റ്വെയർ അത് മാത്രം കൈകാര്യം ചെയ്ത് അതിന് മാത്രം എക്സലൻസ് ഉള്ള ഒരു തട്ടുപൊളിപ്പൻ കമ്പനി, അങ്ങനെ മാത്രമാണ് എക്സാലോജിക്കിനെ വിലയിരുത്തേണ്ടത്. ആ തട്ടുപൊളിപ്പൻ കമ്പനിക്ക് ഒരു കമ്പനി ഓൾറെഡി ഓതറൈസ്ഡ് ആയിട്ട് തന്നെ അവർക്ക് IT സേവനങ്ങൾ നൽകാൻ വേണ്ടി CMRL ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ തട്ടുപൊളിപ്പൻ കമ്പനിയിലേക്ക് ഈ പണം ഒഴുകിയത്. അവിടെയാണ് ഈ പ്രശ്നമുള്ളത്. നേരത്തെ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എനിക്കിവിടെ പറയാനുള്ളൊരു ചോദ്യം, ഈ 134 രേഖകളുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിൻ്റെ ഇന്നാണ് ശരിക്കും ഈ കേസിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് ഈ മാസപ്പടി കേസിൽ, ഈ അഴിമതിയിൽ കൃത്യമായി തന്നെ നടന്നൊരു ദിവസമാണെന്ന്. ഈ 134 രേഖകൾ, അതിൽ വീണയുടെ IT റിട്ടേൺസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 15 വർഷത്തെ വീണ വിജയൻ ഒരു ചായ കുടിക്കാൻ പോയിട്ട് ഫോൺ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അടക്കമുള്ള എല്ലാ രേഖകളും കൃത്യമായി തന്നെ EDയിലേക്ക് വരികയാണ്. 2016 CMRL കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ, അത് എക്സാലോജിക് ഉണ്ടാക്കിയ കരാറാണ്. ആ കരാറിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് അതിൽ നമുക്ക് മനസ്സിലാവും എന്താണ് സേവനങ്ങൾ എന്നുള്ളത്. അതിലൊരു MOU ഫൈൻഡ് ചെയ്യുമ്പോൾ അല്ലേ, അതിൽ കൃത്യമായി എഴുതണ്ടേ. അപ്പോൾ ആ കരാറിൻ്റെ ഡീറ്റെയിൽസ് വരും. മൂന്നാമത്തത് 2017 ഈ എക്സാലോജിക്ക് മാത്രമായിട്ടല്ല, വീണയായിട്ടൊരു കരാർ ഉണ്ടാക്കി. ആ കരാറിൻ്റെ ഡീറ്റെയിൽസ് എന്തിനാണ് വീണ തൈക്കണ്ടിയിൽ എന്നുള്ള പിണറായി വിജയൻ്റെ മകളുമായി ഒരു കരാറ് CMRL എന്ന കമ്പനി KSIDCക്ക് വ്യക്തമായി തന്നെ നിക്ഷേപ ഓഹരിയുള്ള ഒരു പൊതുമേഖലാ കമ്പനി എന്തിനാണ് അത് ചെയ്തതെന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിൽ ഒരു അപ്പനും ഞാനും സുബ്ധനും കൂടി നടത്തിയ ഒരു തട്ടുപൊളിപ്പൻ പണമിടപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാം. ഈ കർത്ത ശശിധരൻ കർത്ത എന്ന അധോലോക നായകനും അയാളുടെ ഭാര്യയും കൂടി ഒരു കമ്പനി ഉണ്ടായിരുന്നു, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നുള്ള കമ്പനി. ഈ വീണ വിജയൻ വളരെ കഷ്ടപ്പെട്ട്, പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമലയുടെ പെൻഷൻ കാശ് വെച്ചിട്ടാണ് ഈ പൈസയൊക്കെ തുടങ്ങിയത്, അത് തികയില്ലല്ലോ. അപ്പോൾ സങ്കടം തോന്നിയ ശശിധരൻ കർത്തയും ഭാര്യയും കൂടി എന്ത് തീരുമാനിച്ചു, ആദ്യം ഒരു 25 ലക്ഷം വീണ മോൾക്കകം കൊടുത്തു, വായ്പയായിട്ട് കൊടുത്തു. അപ്പോൾ ആ പലിശയും അടവൊക്കെ അവിടെ കിടപ്പുണ്ടേ. അത് ഒന്നും തന്നെ ഒരു രൂപ പോലും തിരിച്ചടച്ചില്ല. അപ്പോൾ വീണ്ടും ശശിധരൻ കർത്ത വിശാല ഹൃദയനായ അദ്ദേഹം തീരുമാനിച്ചു എന്ത്, ഒരു 25 ലക്ഷം കൂടി കൊടുക്കാം. അങ്ങനെ 50 ലക്ഷം ശശിധരൻ കർത്തയുടെ ഈ എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് എവിടെ എത്തി, നേരെ ഈ എക്സാലോജിക്കിൽ എത്തി. ഇടപെടുകയല്ല, ഈ KSRTC നഷ്ടത്തിലാകുമ്പോൾ KTDFC ഇടയ്ക്ക് ഈ വായ്പ കൊടുക്കുന്നു. അല്ല, ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ശശിധരൻ കർത്തയും ഭാര്യയും ചേർന്നുള്ള കമ്പനിയിൽ നിന്ന് ഈ എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് പണം എവിടെ എത്തി, വീണയുടെ കമ്പനിയിലെത്തി. അപ്പോൾ അത് തിരിച്ചടക്കണ്ടേ, തിരിച്ചടക്കണം. തിരിച്ചടക്കി എങ്ങനെയാണ്, നേരെ CMRL നിന്ന് ശശിധരൻ കർത്തയ്ക്ക് ഓഹരിയുള്ള KSIDC പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വ്യക്തമായ പങ്കുള്ള CMRL എന്ന കമ്പനി എന്ത് ചെയ്തു, ആ പണം കൃത്യമായി തന്നെ ഘട്ടം ഘട്ടമായി മാസപ്പടി എന്ന രീതിയിൽ ഈ എക്സാലോജിക്കിലെത്തി. അപ്പോൾ ഈ പണം എവിടെയാണ് തിരിച്ചെത്തുന്നത്, വീണ ഈ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടി ആ പൈസ എടുത്ത് നേരെ എംപവർ ക്യാപിറ്റലിലേക്ക് തിരിച്ചടച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഐസൻ ചേട്ടൻ പറഞ്ഞതുപോലെ വായ്പ എടുത്തു. വായ്പ എടുത്തിട്ടാണല്ലോ കമ്പനി തുടങ്ങിയത്. അതെ, തിരിച്ചടച്ചു. പക്ഷെ എങ്ങനെയാ, ശശിധരൻ കർത്തയും ഭാര്യയും കൂടി ഓൺ ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ എന്നുള്ള ഒരു കമ്പനിയിൽ നിന്ന് പൈസ ഇവിടെ എത്തി, CMRL നിന്ന് പൈസ എക്സാലോജിക്കിലെത്തി. ആ പൈസ എടുത്ത് വീണ മോൾ എന്ത് ചെയ്തു, തിരിച്ച് അടച്ചു. കംപ്ലീറ്റ് ക്ലീൻ ആണ്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഇത്തരം രീതിയിൽ നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രഥമ ദൃഷ്ടി ഒന്നുമില്ല. പക്ഷെ അവിടെയാണ് 2019 ഈ ഖനനം കൃത്യമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊരു ഉത്തരവ് വന്നു. പക്ഷേ വിശാല ഹൃദയനായ ശ്രീ പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു, അത് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു. ആ എക്സ്റ്റൻഷൻ കൊണ്ട് മാത്രം ശശിധരൻ കർത്തയ്ക്ക് ഏതാണ്ട് 1600 കോടി രൂപയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിക്കും ഈ 1600 കോടി രൂപ ഉണ്ടാക്കിയ ശശിധരൻ കർത്ത കേവലം ഒരു 2.71 കോടി രൂപ മാത്രമാണോ കൊടുത്തു കാണുക? എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. അതിനുള്ള ഉത്തരം ഇനി കിട്ടണം. എവിടെ നിന്ന്? EDയിൽ നിന്ന് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മകൾക്ക് മാസപ്പടി നൽകിയത് മാത്രമല്ല, എത്ര രൂപ, ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 10% ഇതിൻ്റെ കമ്മീഷനെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നാണ്. പിണറായി വിജയൻ ഒറ്റയ്ക്കാണേ, ബാക്കി കിടപ്പുണ്ട്, RCയും KKയും ഒക്കെ ബാക്കി വരിയായിട്ട് കിടപ്പുണ്ട്. അവരൊക്കെ എത്ര വാങ്ങിയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പിണറായി വിജയൻ എന്തായാലും ഒരു 10% വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതാണ്ട് 100 കോടിയിലധികം രൂപ വരും. ഇതൊക്കെ കൃത്യമായ ആരോപണങ്ങൾ മാത്രമാണ്. ഇതിന് ഉത്തരം നൽകേണ്ടത് EDക്കാണ്. നൗ ED
എന്താ പറയുക കൃത്യമായി തന്നെ ഈ 134 രേഖകൾ വെച്ച് ഇഡിക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകണം. അവിടെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്ന സുരേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം അവിടെ കിടക്കുന്നത്. ഈ പറയുന്ന ഒരു എന്താ പറയുക യോഹന്നാൻ, ബിഷപ്പ് യോഹന്നാൻ വഴിയാണ് പിണറായി വിജയനും അന്നത്തെ അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കള്ളപ്പണം അമേരിക്കയിൽ എത്തിക്കുന്നത് എന്ന ഗുരുതരമായ ഒരു ആരോപണം സ്വപ്ന സുരേഷ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിച്ചോളൂ. എവിടുന്നാണ് പണം വരുന്നത്, ആ പണം എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് എത്തിക്കുന്നത്, അതെങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. ഇനി രണ്ടാമത്തെ രസകരമായ സാഹചര്യം കൂടിയുണ്ട്. ഈ സ്വകാര്യ കമ്പനിയുടെ ബാധ്യതകളാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനി എന്താ പറയുക നികത്തുന്നത്. അതൊരു ഗുരുതരമായ സാഹചര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി എൻ്റെ ഒരു രണ്ടാമത്തെ പോയിന്റ്, ഈ വിഷയത്തിൽ ഞാൻ തെരഞ്ഞു പോയ ഒരു വ്യക്തി വീണ തൈക്കണ്ടിലിൻ്റെ മുൻ ഭർത്താവ് സുനീഷ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ കുറേ അദ്ദേഹത്തിന് പിറകെ പോയി. അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയ, ഞാനത് വളരെ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് കിട്ടിയ ഒരു പോയിന്റ്, ഈ സുനീഷ് മോഹൻലാലും വീണയും ചേർന്നാണ് 2016 ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയതെന്നും 2019 വരെ ആ ജോയിന്റ് അക്കൗണ്ട്, എന്നെ തിരുത്താം കേട്ടോ, 2019 വരെ ആ ജോയിന്റ് അക്കൗണ്ട് കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും മോണിറ്റർ ചെയ്തു എന്നാണല്ലോ ആരോപണം ഉള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2016 സുനീഷ് മോഹൻലാലും വീണയും തമ്മിലുള്ള ഡിവോഴ്സ് കേസിന്റെ വിധി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവും. പക്ഷെ ആ ജോയിന്റ് അക്കൗണ്ടിൽ സുനീഷ് അല്ലെങ്കിൽ പിന്നെ ആര്? ആ ചോദ്യത്തിന് ഉത്തരം കാണണം. ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ, മാത്രമല്ല എക്സാലോജിക്ക് അബുദാബിയിൽ മാത്രമല്ല കാനഡയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാനഡയിൽ തുടങ്ങാൻ വീണയ്ക്ക് കൂട്ടുനിന്നത് ആരാണ്? ആ വ്യക്തി ആരാണ്? പ്രൈസ് വാട്ടേഴ്സ് കൂപ്പേഴ്സ് എന്നോ ലാബിൽ നിന്നൊക്കെ കോടാനുകോടികൾ ഇങ്ങോട്ട് മറിഞ്ഞു എന്നാണ് ഒരു ആരോപണം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അത് മണ്ടത്തരായിരിക്കും. കാരണം ലാബിൽ നിന്ന് പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായിക്ക് വടി കൊടുക്കുന്ന പോലെയല്ലേ അടിക്കാൻ. അപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും അതിൻ്റെ നിലപാടുകളുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരുപാട് പുകമുറകൾ ഇപ്പോഴും നിലവിലുണ്ട്, പൊളിറ്റിക്കൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം കൃത്യമാണ്, ഇ ഡിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇ ഡി കുറച്ചുകൂടി ശക്തി ഈ അന്വേഷണത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. അത് ഇ ഡി തന്നെ കണ്ടെത്താനുള്ള സാഹചര്യമാണ്. ഇന്നൊരു നിർണായക ദിവസമാണ്. അപ്പോൾ അന്വേഷണം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വസതിയിൽ നിൽക്കില്ല, എക്സോളജിക്കിന്റെ ഔദ്യോഗിക അഡ്രസ്സായ AKG സെന്ററിൽ നിൽക്കത്തില്ല, കൊച്ചിയിൽ നിൽക്കില്ല, കായംകുളത്ത് നിൽക്കില്ല. അത് രാജ്യം വിട്ട് പോകുമെന്നാണ് ആ ഒരു ഭാഗത്തേക്ക്. എങ്ങനെ അന്വേഷണം ഇനി പുരോഗമിക്കാം? ഐസൻ പറയാൻ തുടങ്ങിയ ചില ഭാഗങ്ങളുണ്ട്.